കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബ്ലോക്ക് എഡിറ്റർ, ടൂൾ പാലറ്റ്, ഡിസൈൻ സെന്റർ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ കാലത്ത് നമുക്ക് പുതിയൊരു ടോപ്പിക്കാണ് ഐസോമെട്രിക് എന്ന് പറഞ്ഞത്. അതായത് നമുക്കിപ്പോ പാനൽ ബോർഡിന്റെ സൈഡ് വ്യൂ, ഫ്രണ്ട് വ്യൂ ഒക്കെ മാർക്ക് ചെയ്യേണ്ടി വരും. ക്ലിയർ തടസ്സങ്ങളൊന്നും ഇല്ലാന്ന് കാണിക്കേണ്ടി വരും നമ്മളൊരു ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യുമ്പോൾ. സാങ്ഷൻ ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ പാനൽ ബോർഡും എല്ലാ കാര്യങ്ങളും ഓപ്പൺ ചെയ്യാൻ നമുക്ക് ബാരിയേഴ്സ് ഒന്നും ഇല്ല, തടസ്സങ്ങളൊന്നും ഇല്ല. ചിലപ്പോ ജനറേറ്ററിന്റെ അടുത്തുള്ള ഒരു മരടായിരിക്കും ജനറേറ്ററിന്റെ ഡോർ ഓപ്പൺ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ക്ലിയറൻസ് ഒക്കെ നമുക്ക് സൈഡ് വ്യൂ വെച്ച് പ്രൊജക്ട് ചെയ്ത് കാണിക്കേണ്ടി വരും ചില സ്ഥലങ്ങളിൽ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ 3D ടൈപ്പ് ഓഫ് ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഐസോമെട്രിക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഐസോമെട്രിക് വ്യൂ ഓൺ ആക്കാൻ വേണ്ടിട്ട് ഇവിടെ കണ്ടോ, നമ്മളെ കീബോർഡ് ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഐസോമെട്രിക് ഓൺ ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് സ്റ്റാറ്റസ് ബാറിൽ. ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മളെ ഗ്രിഡിന്റെ ഷേപ്പ് ഡിഫറെന്റ് ആയിരിക്കും. ഇനി എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈൻ എടുക്കുക. ഇത് ഫുൾ ടൈം നമ്മൾ F8 ഓൺ ആക്കിയിട്ട് വേണം വരക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ലൈൻ എടുത്ത് കണ്ട നമുക്ക് എന്ത് ചെയ്യണം, മുകളിലോട്ട് സൈഡിലോട്ട് വരച്ചു. എനിക്ക് ടോപ്പിൽ അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് വരക്കണം. ഇപ്പൊ ഈ സൈഡിലേക്കല്ല വരുന്നത്, എനിക്ക് ടോപ്പിൽ റൈറ്റിലേക്ക് വരക്കണം എന്നുണ്ടെങ്കിൽ നമ്മളോട് എന്ത് ചെയ്യണം, ഐസോമെട്രിക്കിന്റെ പ്ലെയിൻ ഇവിടെ കൺട്രോൾ ചെയ്യണം. ഇവിടെ ഐസോമെട്രിക് പ്ലെയിൻ ടോപ്പ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഈ ടോപ്പിൽ എന്തായിരിക്കും, ടോപ്പിൽ ഇടുമ്പോ നമുക്ക് ഇങ്ങനെ ടോപ്പിൽ മാത്രമായിരിക്കും വരാം. ഇനി താഴോട്ട് വരണം എന്ത് ചെയ്യണം, ഐസോമെട്രിക്കിന്റെ പ്ലെയിൻ ഇവിടെ കൺട്രോൾ ചെയ്യാം. ലെഫ്റ്റോ റൈറ്റോ ഇട്ട് കൊടുത്താൽ നമുക്ക് താഴോട്ടേക്ക് വരും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഐസോമെട്രിക്കിന്റെ പ്ലെയിൻ കൺട്രോൾ ചെയ്ത് വരക്കാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? അപ്പൊ അതിന് നമ്മ അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്ത് വരക്കണ്ടില്ല, F5 അടിച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. ലാപ്പിലാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ കീ കൂടി അമർത്തി ക്ലിയർ ആക്കി വെക്കാടാ. ഒരു ലൈൻ എടുത്ത് നമ്മൾ വരച്ചു. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, കെടുത്തി വരക്കണമെന്നുണ്ടെങ്കിൽ F5 ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഇനി താഴോട്ട് വരച്ചു. ഇനി ഇവിടുന്ന് മുകളിലോട്ട് വരക്കണമെന്നുണ്ടെങ്കിൽ F5 ടൈപ്പ് ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, F5 വെച്ച് വെച്ച് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോ സപ്പോസ് ലൈൻ എടുത്ത് ഞാനൊരു ക്യൂബാണ് വരക്കണമെന്ന് വിചാരിക്കും. അപ്പൊ എനിക്ക് എടുത്ത് വരക്കണമെന്നുണ്ടെങ്കിൽ F5 ക്ലിക്ക് ചെയ്യാം. അത് താഴോട്ട് വരക്കണമെന്നുണ്ടെങ്കിൽ F5 നമുക്ക് വരക്കാം. ഓക്കെ, ഇതില് നമ്മളെ കോപ്പി മൂവ് അങ്ങനത്തെ അല്ലാതെ വർക്ക് ചെയ്യും. പക്ഷെ മിററൊക്കെ ചില കേസുകളിൽ, റയർ കേസുകളിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. എനിക്ക് ഇതിനെ കോപ്പി ചെയ്തിട്ട് ഇപ്പുറത്ത് വരക്കണമെന്നുണ്ടെങ്കിൽ CO എൻ്റർ അടിക്കുക. നമ്മൾ ബേസ് പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി എന്ത് ചെയ്യാ, ടോപ്പിൽ വരക്കണമെന്നുണ്ടെങ്കിൽ F5 അടിച്ചിട്ട് പ്ലെയിൻ കൺട്രോൾ ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഒരു സൈഡിലുള്ള എല്ലാ തരത്തിലുള്ള വ്യൂസ് നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാൻ പറ്റും. ഇതാണ് ഐസോമെട്രിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു 3D പ്രൊജക്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടാട്ടോ. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാല്, ഇതിൽ നമുക്ക് ഒരു സർക്കിൾ വരക്കണം. അപ്പൊ നോർമൽ സർക്കിൾ ഇതിൽ വർക്ക് ചെയ്യില്ല. ഐസോമെട്രിക്കില് നോർമലി സർക്കിൾ നമുക്ക് വരക്കാൻ പറ്റില്ല, അതിനൊരു എലിപ്സ്. അപ്പൊ EL എൻ്റർ അടിക്കാട്ടോ. EL എൻ്റർ അടിക്കുമ്പോ നമുക്ക് ഐസോ സർക്കിൾ എന്ന ഓപ്ഷൻ വരും. ഇത് വേണം നമ്മൾ വരക്കാൻ വേണ്ടിട്ട്. ഐസോ സർക്കിൾ എടുത്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ സാധാ F5 അടിച്ചിട്ട് പ്ലെയിൻ കൺട്രോൾ ചെയ്യുന്ന പോലെ നമുക്ക് F5 അടിച്ചിട്ട് പ്ലെയിൻ കൺട്രോൾ ചെയ്യാം. കണ്ടോ, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വരക്കാം. എനിക്കിപ്പോ ഫ്രണ്ടിലാകണ്ടെന്നുണ്ടെങ്കിൽ എലിപ്സിൽ EL അടിക്കുക, ഐസോ സർക്കിൾ എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് F5 അടിച്ചിട്ട് അതിന്റെ വ്യൂ ഒന്ന് കൺട്രോൾ ചെയ്ത് റേഡിയസ് ഒക്കെ കൊടുക്കാം. ഇങ്ങനെ വേണം നമുക്ക് വരക്കാൻ വേണ്ടിട്ട്. ഇനിയിപ്പോ ടോപ്പിൽ വരക്കണമെന്നുണ്ടെങ്കിൽ EL എൻ്റർ അടിക്കുക, ഐസോ സർക്കിൾ എടുക്കുക. മുകളിൽ വരക്കണമെന്നുണ്ടെങ്കിൽ F5 എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പൊ എലിപ്സിൽ ഐസോ സർക്കിൾ വേണം ഈ കേസിൽ വരക്കാൻ വേണ്ടിട്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡയമെൻഷൻ ആണ്. ഇത്രയും കുറച്ച് ടൂളേ ഇതിൽ വരുന്നുള്ളൂ. ഇത് വെച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും തന്നെ വരക്കാൻ വേണ്ടിട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിലത്തെ ഓരോ ടൂളാണ്. അപ്പൊ ടൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ ഡൈമെൻഷനിങ് വരുന്നുണ്ട്. ഇതിൽ ഇത്രയും ടൂളുള്ളൂ. നമുക്ക് ലൈനും സർക്കിളും വെച്ച് മാത്രമാണ് ഇതിൽ വരക്കാൻ കൂടുതൽ ഉണ്ടാവുക. അപ്പൊ F5 അടിച്ചിട്ട് പ്ലെയിൻ കൺട്രോൾ ചെയ്ത് വരക്കാടാ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡൈമെൻഷനിങ് ആണ്. ഡൈമെൻഷനിങ്ങിലൂടെ
ഇതിപ്പോ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ചെരിഞ്ഞിരിക്കുക. 45 ആംഗിളിലാണ് ഐസോമെട്രിക് മെയിൻ ആയിട്ട് വരാന്ന്. അപ്പൊ അതില് നമുക്ക് എന്ത് വേണം, ഇവിടെ ഡൈമെൻഷനിങ് ചെയ്യുമ്പോ ചെരിഞ്ഞിരിക്കണ കാരണം തന്നെ അലൈൻഡ് മാത്രം വർക്ക് ആവുള്ളൂ. അപ്പൊ അലൈൻഡ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഡൈമെൻഷൻ ചെയ്യാം. അപ്പൊ അലൈൻഡ് എടുത്ത് ഞാൻ ഡൈമെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ കണ്ടായി ഡൈമെൻഷൻ താഴത്തോട്ട് പോയിട്ടുള്ള ഡൈമെൻഷന്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ കൂട്ടാനും കളർ ചേഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് മുമ്പ് പഠിച്ചിട്ടുണ്ട് ഡൈമെൻഷൻ സ്കെയിൽ വെച്ചിട്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കണ്ടോ. ഡൈമെൻഷൻ ഹൈറ്റ് കൂട്ടാം, വെയിറ്റ് കൂട്ടാം, ഒരു ഫിക്സഡ് ലെങ്ത്തിൽ എങ്ങനെ കൊടുക്കാം, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കാട്ടാ. ഇനിയിപ്പോ എന്താന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ചെരിഞ്ഞിട്ടല്ലേ പോണത്, സ്ട്രെയിറ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിലേ നമ്മുടെ അനോട്ടേറ്റ് ടാബ് വന്നു കഴിഞ്ഞാൽ, അതായത് ഹോമിലുള്ള ഈ ഇതെല്ലാം നമുക്ക് ഡിഫറെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അനോട്ടേഷൻ എന്ന് പറഞ്ഞത് ഇത് തന്നെ നമ്മുടെ അനോട്ട് ടാബിലൂടെ കാണുന്നുണ്ടാവും. ഇവിടെ നമ്മ പഠിച്ചല്ലാതെ ഇവിടെ ഉണ്ടാവും. ഇപ്പൊ ഇതിൽ ഡൈമെൻഷൻ വന്നതിനോട് ഒബ്ലീഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, നമ്മുടെ ഡൈമെൻഷൻ ആദ്യം ചെയ്തതിന് ശേഷം ഈ ഒബ്ലീഗ് എടുത്തതിന് ശേഷം ഇവിടെ സെലക്ട് ചെയ്ത് നമ്മുടെ ഡൈമെൻഷൻ സെലക്ട് ചെയ്ത് എൻ്റർ അടിച്ചിട്ട് ഏത് ഡയറക്ഷനാണ് വേണ്ട ആ ഡയറക്ഷനിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് എന്തായാലും സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ എന്ത് ചെയ്തു, അലൈൻഡ് ആയിട്ട് ഡൈമെൻഷൻ ചെയ്തു. അപ്പൊ അത് അങ്ങോട്ടാ പോയത്. എനിക്ക് ഈ ഡയറക്ഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഡൈമെൻഷനിൽ ഓബ്ലീഗ് എടുത്ത് എന്ത് ചെയ്യാം, ഡൈമെൻഷൻ സെലക്ട് ചെയ്ത് എൻ്റർ അടിക്കാം. ഏത് ഡയറക്ഷനാണ് ആ ഡയറക്ഷനിലേക്ക് ആക്കി കൊടുക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആ ഒരു ഡയറക്ഷൻ അല്ലാതെ ആംഗിൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ ഡൈമെൻഷനിൽ അലൈൻഡ് എടുത്തു, ഈ മുകളില് ഡൈമെൻഷൻ ചെയ്തു. ഇങ്ങനെയല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഡൈമെൻഷനിൽ ഒബ്ലീഗ് എടുക്കുക, ഡൈമെൻഷൻ സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇനി ഏത് ഡയറക്ഷനാണ് ആ ഡയറക്ഷൻ ആക്കി കൊടുക്കുക. ആ ഡയറക്ഷനിൽ പാക്കണമെന്നുണ്ടെങ്കിൽ F5 അടിച്ചിട്ട് എന്ത് ചെയ്യുക, ഡയറക്ഷനിലേക്ക് ഒന്ന് ആക്കാൻ പറ്റും. ഇപ്പൊ ഡയറക്ഷൻ ചിലപ്പോൾ മുകളിലോട്ട് അയക്കും. നമുക്ക് ആ ഡയറക്ഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ F5 അടിച്ചിട്ട് ക്ലിയർ ആയിട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മളുടെ ഏത് ഐസോമെട്രിക്. അപ്പൊ ഐസോമെട്രിക് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ഐസോമെട്രിക് ഇമേജസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഐസോമെട്രിക്കിന്റെ കുറെ ഇമേജസ് കിട്ടും. അപ്പൊ അതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. സർക്കിൾ വെച്ചിട്ടുള്ളതും ഹാഫ് സർക്കിൾ വെച്ചിട്ടുള്ളതും എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇമേജ് വേണ്ടവർ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ, ഇമേജ് ഞാൻ അയച്ചു തരാം. ഓക്കെ, അപ്പൊ അതാണ് ഐസോമെട്രിക്. നമുക്ക് നെക്സ്റ്റ് ഞാൻ ഐസോമെട്രിക് ഓഫ് ചെയ്തു. നമ്മൾ നെക്സ്റ്റ് ഇവിടെ പാരാമെട്രിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ പാരാമെട്രിക് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് അല്ല. കാരണം ഈ പാരാമെട്രിക് നമുക്ക് മെക്കാനിക്കലാണ് കൂടുതൽ വരുന്നത്. പാരാമെട്രിക് ഡ്രോയിങ് എന്ന് പറഞ്ഞ സെക്ഷൻ തന്നെ ഉണ്ട്. ഇപ്പൊ ഒരു JCBയുടെ വർക്കിംഗ് ഒക്കെ നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, JCBയുടെ ഒരു സൈഡിൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ബാക്കിയുള്ള സൈഡിലുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ പാരാമെട്രിക് ഡ്രോയിങ്ങിൽ നമുക്ക് കുറച്ച് ടൂളുകൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിലൊന്നാണ് കോയിൻസിഡന്റ് എന്ന് പറഞ്ഞിട്ട്. കോയിൻസിഡന്റ് എന്ന് പറഞ്ഞാല് രണ്ട് പോയിന്റുകൾ തമ്മിൽ കൂട്ടിമുട്ടിപ്പിക്കാനാണ് ഇത് യൂസ് ചെയ്യുക. ഈ പോയിന്റ് കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ കോയിൻസിഡൻസ് എടുക്കാം. ഫസ്റ്റ് പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് സെലക്ട് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് പോയിന്റ് സെലക്ട് ചെയ്തേക്ക് രണ്ടാമത്തെ പോയിന്റ് വന്ന് കൂട്ടിമുട്ടുക. അതെങ്ങനെയാണെങ്കിലും സെന്റർ പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ സെന്റർ പോയിന്റ് ക്ലിക്ക് ചെയ്ത് രണ്ടിന്റെ സെന്റർ പോയിന്റ് വേണം യോജിപ്പിക്കുക. ഇവിടെ കണ്ട നമുക്ക് ഇവിടെ എന്താണ് കൺസ്ട്രെയിൻ പറയാ, ഇതിനെ ജിയോമെട്രിക് എന്ന് പറഞ്ഞ കൺസ്ട്രെയിൻ ആണ്. ഈ കൺസ്ട്രെയിൻ നമുക്ക് ഇവിടെ കാണാം. എന്താണ് ഓപ്പറേഷൻ ഇവിടെ ചെയ്തത് നമുക്ക് കാണണ്ടെന്നുണ്ടെങ്കിൽ ഹൈഡോൾ കൊടുത്താൽ മതി. കണ്ട നമുക്ക് അവിടെ എന്താ ചെയ്ത ഓപ്പറേഷൻ കാണില്ല. ഇനി ഷോൾ കൊടുത്ത് നമ്മൾ ചെയ്തതല്ലാതും അവിടെ വരും. അവിടെ എന്താണ് അവിടെ ഓപ്പറേഷൻ ചെയ്തത് എന്നുള്ളത്. ഇനി പാർട്ടിക്കുലർ ഒരെണ്ണത്തിന് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഹൈഡ് ചെയ്യാം. അപ്പൊ ഷോ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഹൈഡ് കൊടുത്ത് സെലക്ട് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഹൈഡ് ആയിട്ട് കിട്ടുക. ഞാൻ അടുത്തതാണ് കൊലീനിയർ. അപ്പൊ ഇത് പേരിന്റെ അർത്ഥം മനസ്സിലാക്കുന്നവർക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കോയിൻസിഡന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റുകൾ കോയിൻസിഡൻസ് ചെയ്യിപ്പിക്കുക. കൊലീനിയർ എന്ന് പറഞ്ഞാല് രണ്ട് പോയിന്റുകൾ ലീനിയർ. ലീനിയർ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് എന്നാണ് അർത്ഥം. സ്ട്രെയിറ്റ്, അതായത് ഇവിടെ ഒരു ലൈന് നമുക്ക് ഇപ്പുറത്തെ ഒരു ലൈൻ ഉണ്ട്. ഇത് രണ്ടിനെ എന്ത് ചെയ്യണം, സ്ട്രെയിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ കൊലീനിയർ എടുക്കുക. ഇതിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന നേരെ മറ്റേ ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരിക. ഇനി കോൺസെൻട്രിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു സർക്കിളിന്റെ സെൻട്രിക്ക് വേറൊരു സർക്കിളിനെ കൊണ്ടുവരാനാണ് കോൺസെൻട്രിക് യൂസ് ചെയ്യുക. അപ്പൊ ഇതിനെ സെലക്ട് ചെയ്ത് ഇതും സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. രണ്ടും ഒരൊറ്റ സെൻട്രിക്കാവും.
ഇനി ഫിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഫിക്സ് എന്ന് വെച്ചാൽ ഒരു പോയിന്റ് അല്ലാന്നുള്ള ഒരു ഒബ്ജക്റ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഫിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഫിക്സ് എടുത്തിട്ട് നമുക്കിപ്പോ ഈ ഒരു സെന്റർ പോയിന്റ് ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോ നമ്മൾ കണ്ട ഈ ലൈനിനെ ഈ സൈഡ് പിടിച്ച് മാറ്റാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ പിടിച്ച് തിരിക്കുക. പക്ഷെ ഈ സെന്റർ പോയിന്റ് നമുക്ക് അവിടെ ഫിക്സ് ആയിരിക്കും. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ് കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല, അവിടെ ഫിക്സ് ചെയ്തിരുന്നോളൂ. ഇത് മാറ്റണം നമ്മളിവിടെ ഡിലീറ്റ് കൺസ്ട്രെയിൻ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ആ ജോമെട്രി കൺസ്ട്രെയിൻ അതിൽ പോകുള്ളൂ കേട്ടോ. ഇപ്പൊ ഫിക്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞത് നമുക്കിവിടെ പാരലൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു ലൈന് ഇങ്ങനെ നിൽക്കുന്നു. ഈ ലൈനോട് പാരലൽ ആക്കണമെന്നുണ്ടെങ്കിൽ പാരലൽ എടുത്തിട്ട് ഇതിനൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. രണ്ടും പാരലലായി. ഓക്കെ. ഇനി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാലോ, ഒരു ലൈൻ ഇവിടെ നിൽക്കുന്നു, രണ്ട് ലൈൻ ഇങ്ങനെ നിൽക്കുന്നു. ഇതിനോട് പെർപെൻഡിക്കുലർ ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് എടുക്കുക, ഇതിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പെർപെൻഡിക്കുലർ 90 ഡിഗ്രിയാണ് പെർപെൻഡിക്കുലർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിവിടെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്നുള്ളത് ഒറ്റ ലൈനിലാണ്, മനസ്സിലായില്ലേ? ഇപ്പൊ ഇങ്ങനെ നിൽക്കണ കുത്തനെ നിർത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെർട്ടിക്കൽ എന്ന ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് സെലക്ട് ചെയ്യാതെ കൊടുക്കുക. ഇനി ഇങ്ങനെ നിൽക്കണ ഒരു ലൈനിനെ നമുക്ക് പാരലൽ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പാരലൽ എന്ന ഓപ്ഷൻ ഉണ്ട്, ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടാൻജൻസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ ഇവിടെ നിൽക്കുന്നു, നമുക്ക് ഒരു ലൈൻ ഇങ്ങനെ ഒരു ലൈൻ എന്താണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ എന്ത് വേണം, ഈ ലൈനിനെ ഈ സർക്കിളിനോട് ടാൻജന്റ് ആക്കണം. അപ്പൊ നമുക്ക് ഇതിനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ ടാൻജന്റ് ആയിരിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതാണ് ടാൻജന്റ്. ഇനി നമുക്കിവിടെ സ്മൂത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സ്മൂത്ത് എന്ന് പറഞ്ഞാല് ഇപ്പൊ സ്പ്ലെയിന് അങ്ങനത്തെ സാധനങ്ങളില്ലേ, ഇപ്പൊ ഒരു സ്പ്ലെയിൻ ഇവിടെ ഇരിക്കുന്നു, നെക്സ്റ്റ് സ്പ്ലെയിന് ഇവിടെ ഇരിക്കുന്നു. ഇതിനെനിക്ക് സ്മൂത്ത് ആയിട്ട് യോജിപ്പിക്കണം. നമ്മൾ യോജിപ്പിച്ച് രണ്ട് പാർട്ടായിട്ട് കാണാം. അപ്പൊ സ്മൂത്ത് എടുത്തിട്ട് ഇതിനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ക്ലിയർ ആയിട്ട് യോജിച്ച് കിട്ടും. അപ്പൊ ഇത് സ്പ്ലെയിന് കർവുകളൊക്കെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സിമെട്രിക് ആണ്. സിമെട്രി എന്ന് പറഞ്ഞാൽ ഒരേപോലെ അർത്ഥം, അത് അളവിലല്ല കേട്ടോ, അത് നിൽക്കുന്ന പൊസിഷനിലാണ് ഒരേപോലെ വരാട്ടാ. ഒരു ലൈന് സിമെട്രി ലൈൻ ഇവിടെ ഉണ്ടായിരിക്കണം. സപ്പോസ് ഈ ഒരു ലൈൻ ഇങ്ങനെ നിൽക്കുന്നു, നമ്മളുടെ ഇപ്പുറത്തെ ലൈന് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പൊ ഇതിൽ എന്തെങ്കിലും സിമെട്രി ഉണ്ടാവും. ഒരു ലൈന് ഒരു പർട്ടിക്കുലർ ആംഗിൾ ഒരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നു. സിമെട്രി എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഇരിക്കണം. ഓക്കെ, ഒരേപോലെ ഇരിക്കണം എന്നാണ് അർത്ഥം സിമെട്രി എന്ന് പറഞ്ഞാല്. അപ്പൊ എന്താണെന്ന് വിചാരിച്ചാൽ സിമെട്രി എടുക്കുക, ഈ ലൈനെ സെലക്ട് ചെയ്തു, ഇതിനെ സെലക്ട് ചെയ്തു, നമ്മൾ എന്ത് ചെയ്യാം, സിമെട്രി ലൈനും സെലക്ട് ചെയ്ത് നോക്കുക. രണ്ടും ഒരേ ഷേപ്പിലായി. ഇതെന്ന് പറഞ്ഞത് അളവിൽ ചേഞ്ച് വരില്ല. ഈ ലൈൻ സപ്പോസ് ഇങ്ങനെ കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിമെട്രി എന്ന് പറയുമ്പോൾ ഇതിനെ സെലക്ട് ചെയ്താല് കണ്ട അളവ് സെയിം തന്നെ, ഒരേപോലെ നമുക്ക് ആ സിമെട്രിക്കൽ പൊസിഷൻ ആണ് നമുക്ക് കിട്ടുക. ഇപ്പൊ സപ്പോസ് സർക്കിളിന്റെ കേസിലാണെങ്കിലോ, രണ്ടും ഒരേ സിമെട്രി ആണ് അല്ലെ, ഇവിടെ ഇരിക്കുന്നതും ഇവിടെ ഇരിക്കുന്ന സെയിം സിമെട്രി ഇല്ല. അപ്പൊ സർക്കിളിന്റെ കേസിലാണെങ്കിൽ ഡിസ്റ്റൻസും ഈ ലൈനിലുള്ള ഡിസ്റ്റൻസും അതിന്റെ ഷേപ്പും ഒരേപോലെ ആവും. ഓക്കെ, ഒരേപോലുള്ള സിമെട്രിയിലാക്കി കഴിഞ്ഞാല് അതിന്റെ ഷേപ്പും അതിന്റെ സിമെട്രിയിലുള്ള ഡിസ്റ്റൻസും ഒരേപോലെ ആവും. ബാക്കിയുള്ളത് അതിന്റെ പൊസിഷൻ പോലെ ആവും. സിമെട്രി എന്താണ് ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല, അത് എളുപ്പമാണ്. നെക്സ്റ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ഇതൊരു ചെറിയ ലൈൻ, ഇതിനൊക്കെ ഈക്വൽ ആക്കണം ഡിസ്റ്റൻസ്. ഇത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനിയിപ്പോ സർക്കിളിന്റെ കേസിലാണെങ്കിലും നമുക്ക് ഈക്വൽ ടു വർക്ക് ചെയ്യും. ഇത് ഈക്വൽ ടു എടുക്കുക, ഇതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഈക്വൽ ടു കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പാരാമെട്രിക്കിൽ വരുന്നത്. ഇനി ഇവിടെ നമുക്ക് ഇത് അറിയാലോ, കൺസ്ട്രെയിൻ ഹൈഡ് ചെയ്യാനും ഇത് ചെയ്യാനും. ഇനി ഇവിടെ പാരാമെട്രിക് ഡൈമെൻഷനിങ് ഉണ്ട്. ഇപ്പൊ സാധാ ഡൈമെൻഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ഒബ്ജക്റ്റിന്റെ സൈസ് അതൊന്നും മാറ്റം വരില്ല. പക്ഷെ പാരാമെട്രിക്കിൽ നമുക്ക് അങ്ങനെയല്ല. ഇപ്പൊ സപ്പോസ് ഇതൊരു ലൈനാണ്, നമ്മൾ എന്ത് ചെയ്തു, പാരാമെട്രിക്കിൽ നമുക്ക് ലീനിയർ എടുത്തിട്ട് ഫസ്റ്റ് പോയിന്റും ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇപ്പൊ ഡിസ്റ്റൻസ് കണ്ട
നമുക്ക് ഇവിടെ എടുക്കുന്നുണ്ട്. എനിക്ക് 100 ജസ്റ്റ് ഈ പാരാമെട്രിക് ഡിസ്റ്റൻസ് എനിക്ക് ചേഞ്ച് ചെയ്യണം. ഞാൻ 5000 ആക്കിയെന്ന് വിചാരിക്കും. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ ലൈന് 5000 റെഡ്യൂസ് ആവും. മനസ്സിലായ? നോർമൽ ഡൈമെൻഷനിൽ നമുക്ക് അളവിൽ വ്യത്യാസം വരില്ല. പാരാമെട്രിക് ഡൈമെൻഷനിൽ നമുക്ക് അളവിൽ ചേഞ്ച് വരും. ഇപ്പൊ ഇതില് ലീനിയർ, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അലൈൻഡ്, ആംഗുലർ, ഡൈമെൻഷൻ അങ്ങനെ എല്ലാതും ഉണ്ട്. ഇതൊക്കെ അറിയണതാണ്. ഇതൊക്കെ എന്താ വ്യത്യാസം നോർമൽ ഡൈമെൻഷനിലും സാധാരണ ഈ പാരാമെട്രിക് ഡൈമെൻഷനിലും നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ പാരാമെട്രിക്കില് ആ ഒബ്ജക്റ്റിന്റെ സൈസ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് മാറും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഡൈമെൻഷൻ ചെയ്തിട്ട് ആ ഡൈമെൻഷൻ കാണാണ്ട് ഹൈഡ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മളൊരു ഡ്രോയിങ് നമുക്ക് ഉറപ്പില്ല, അളവില് ചേഞ്ച് വരുന്ന കമ്പനി ചിലപ്പോ പറയാന്നുണ്ടെങ്കിൽ ഇത് വെച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല സെലക്ഷൻ ചെയ്യാണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഷോ കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ചേഞ്ച് വരുത്താം. ഇനി ഇവിടെ നമുക്ക് പാരാമെട്രിക്കിൽ വെച്ചിട്ട് ഫംഗ്ഷൻ ചെയ്യാം. ഇത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് മെക്കാനിക്കൽക്കാരെ എക്യുപ്മെന്റുകളുടെ പൊസിഷൻ ഒക്കെ ചേഞ്ച് ചെയ്യണത്, വാല്യൂലാണ് വ്യത്യാസം കണ്ടുപിടിക്കുന്നത്. ഈ ഫംഗ്ഷൻ പാരാമീറ്റർ അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമില്ല, ഞാൻ പറഞ്ഞു തരാം. ഞാൻ റെക്ടാങ്കിൾ വരയ്ക്കുന്നുണ്ട്. ഡൈമെൻഷൻ 50ഉം 50ഉം കൊടുത്തു. ഇതാണ് റെക്ടാങ്കിൾ. ഓക്കെ, ഇത് ഞാൻ ഒരു റെക്ടാങ്കിൾ വരയ്ക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു റെക്ടാങ്കിൾ വരയ്ക്കുന്നുണ്ട്. ഡൈമെൻഷൻ അതിന്റെ ഇരട്ടി കൊടുത്തു. 100 വിട്ട് 100 ലെങ്ത് ഉള്ളൊരു വേറെ റെക്ടാങ്കിൾ വരച്ചു. ഇനി മൂട്ടുകൾ എടുത്തിട്ട് ഇതിലിങ്ങനെ മുട്ടിച്ച് വെച്ചു. ഇനി എന്ത് ചെയ്യണം, എനിക്ക് ഇവിടെ കണ്ട ഇത് വെച്ചിട്ട് ലീനിയർ വെച്ചിട്ട് ഞാൻ ഇതും തമ്മിൽ അളന്ന് ഇവിടെ വെച്ചു. പിന്നെന്താ, നമുക്ക് ഹൊറിസോണ്ടൽ വെച്ചിട്ട് ഇതും അളന്ന് ഇവിടെ വെച്ചു. കണ്ട? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കാം. ബാക്കിയുള്ള പോയിന്റ് ഫിക്സ് ചെയ്ത് വെക്കാം. ഈ പോയിന്റ് ഫിക്സ് ചെയ്ത് വെച്ചു, ഈ പോയിന്റ് ഫിക്സ് ചെയ്ത് വെച്ചു, നമ്മളെ സെന്റർ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഫിക്സ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമുക്കറിയാം ഇതിന്റെ ഇരട്ടിയാണ് ഇപ്പുറത്തെ റെക്ടാങ്കിൾ. അപ്പൊ നമ്മൾ ഡൈമെൻഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ലീനിയർ ഡൈമെൻഷൻ എടുത്തിട്ട് ഇവിടെ കൊടുത്തു. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഫംഗ്ഷൻ കൊടുക്കുക. D2 എന്ന് പറയണത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. D3 എന്ന് പറഞ്ഞത് D2 into 2. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ആയി. D2ന്റെ 2 മടങ്ങാണ് D3. അതുപോലെ തന്നെ D1ന്റെ 2 മടങ്ങല്ലേ D4. അപ്പൊ നമ്മ ഹൊറിസോണ്ടൽ എടുത്ത് വെർട്ടിക്കൽ ഇടാ. ഹൊറിസോണ്ടൽ അല്ല, വെർട്ടിക്കൽ എടുത്ത് ഇതില് നമ്മ D4 എന്ന് പറഞ്ഞത് D1ന്റെ 2 മടങ്ങ് into 2. ഇവിടെ അങ്ങനെ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ സപ്പോസ് ഇതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു, D1ൽ ഇപ്പോ 50 എന്നുള്ളത് ഒരു 100ആയി. കണ്ടാ, നമ്മളെന്തായി ആ ഒരു റെക്ടാങ്കിൾ അതിനനുസരിച്ച് ഷേപ്പിൽ മാറ്റം വരും. കണ്ടാ, ക്ലിയർ ആയോ പറഞ്ഞ? ഇതിനെ കൂടി ഇന്റർ കണക്ട് ചെയ്യണം കേട്ടാ. D1 ഈക്വൽ ടു D2 ഇവിടെ കൊടുക്കുക. D1 അപ്പൊ എന്തായി, ഇതിലുണ്ടാവുന്ന ചേഞ്ചും അവിടെ നമുക്ക് ഇപ്പൊ ഇവിടെ 100 ആക്കി വിചാരിക്കും. നമുക്ക് മൊത്തത്തിൽ ചേഞ്ച് വരും. ഇവിടെ ഫിക്സ് ആവാത്ത കാരണമാണ് നമുക്ക് അവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറിയട്ടാ. ആ ഭാഗത്ത് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കാണെന്ന് ക്ലിയർ ആയിട്ട് ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കണം. മനസ്സിലായില്ലേ? ഇനി ഇത് ചേഞ്ച് ചെയ്ത് നോക്കാം. 25 വേണ്ട, മനസ്സിലായില്ലേ? ആ ഫിക്സ് ചെയ്ത കാരണമാണ് നമുക്ക് ഇങ്ങനത്തെ ഷേപ്പിൽ വന്നത്. ഇത് വെച്ചിട്ടാണ് അവരൊരു മെക്കാനിക്കൽ എക്യുപ്മെന്റിന്റെ പാർട്സ് ഉണ്ടാക്കുന്നത്. അവരിങ്ങനെ ഡ്രാഗ് ചെയ്ത് നോക്കും. ആ ഒരു സംഭവം ആ മെക്കാനിക്കൽ എക്യുപ്മെന്റിന്റെ മൂവ്മെന്റ് ഇങ്ങനെ ചെക്ക് ചെയ്യാം. ഇവിടെ ഉണ്ടാകുന്ന വ്യതിയാനത്തിനനുസരിച്ചിട്ട് അതിന്റെ ഫ്രണ്ടില് എന്താണ് ഉണ്ടാവുന്നത് അതൊക്കെ ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഫംഗ്ഷൻ പാരാമീറ്റർ എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ അടിച്ചല്ലാതെ വരും.
ഇതിലെന്തായാലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ അതല്ലാന്ന് എന്തെങ്കിലും ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇവിടെ ചെയ്യാട്ടാ. ഇതാണ് ഫംഗ്ഷൻ പാരാമീറ്റർ. ഇതിന് വേണമെങ്കിൽ മൊത്തം ഐഡോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്തതെന്ന് പോലും അറിയില്ല. നമ്മ ഇതിലുണ്ടാവുന്ന ചേഞ്ച് അതിനെ എഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഞാൻ എടുക്കുന്നത്. ഐസോമെട്രിക് ഡ്രോയിങ് ജസ്റ്റ് ഗൂഗിളിൽ റഫർ ചെയ്ത് വരച്ച് പഠിക്കാടാ. അത് ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ ചില കമ്പനികൾ ഐസോമെട്രിക് വരക്കുന്നുണ്ട്. ഇപ്പൊ ട്രാൻസ്ഫോമർ ഇരിക്കുന്ന പൊസിഷനും കാര്യങ്ങളൊക്കെ വരക്കുന്നുണ്ട്. ശരിടാ.